ജിദ്ദയിൽ വിവിധ ജനകീയ കൂട്ടായ്മകൾ രൂപീകരിച്ചിരുന്നു. അതിൻ്റെ രക്ഷാധികാരി ശ്രീ ആലുങ്കൽ മുഹമ്മദ് ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആലുങ്കൽ മുഹമ്മദ്, കേരളത്തിൻ്റെ ദ റിയൽ കേരള സ്റ്റോറി എന്ന് നമുക്ക് ഈ സാഹചര്യത്തെ, ഈ സന്ദർഭത്തെ വിശേഷിപ്പിക്കാം അല്ലേ? കാരണം മുഴുവൻ ജനങ്ങളും ജാതി മതഭേദമന്യേ അബ്ദുറഹ്മാന്റെ മോചനത്തിന് വേണ്ടി അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയില്ല എന്ന് കരുതിയ 34 കോടി രൂപ സമാഹരിച്ചിരിക്കുന്നു. താങ്കൾ എത്രത്തോളം കൃതാർത്ഥനാണ്? തീർച്ചയായിട്ടും പ്രവാസി മലയാളികളുടെ പേരിൽ എന്നും ഞങ്ങൾ അഭിമാനിക്കുകയാണ്. ഇത്രയും വലിയൊരു ദൗത്യം 2006 മുതൽ ഇതിന്റെ നിയമവശങ്ങളിലൂടെ റിയാദിലെ എല്ലാ സംഘടനകളും അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഈ ഒരു വഴിത്തിരിവിലേക്ക് പൈസ കൊടുത്ത് ഇദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ കഴിയും എന്നൊരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് എങ്ങനെ പണം ഉണ്ടാക്കും എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പല ഏരിയയിലും, സൗദി അറേബ്യന്റെ എല്ലാ പ്രവിശ്യകളിലും, എല്ലാ ഗ്രാമങ്ങളിലും, എല്ലാ തരത്തിലുള്ള ആളുകളുടെ ഇടയിലും ഇതൊരു സംസാരമായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എല്ലാവരും അത് ഏറ്റെടുത്തു. അതുപോലെ തന്നെ ജിദ്ദയിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ, മത, സാമൂഹിക മേഖലകളിലെ എല്ലാവരും കൂടി ഇത് ഏറ്റെടുത്ത് ഇതിന് ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുകയും എന്നെ അതിലൊരു രക്ഷാധികാരിയായി എന്നോട് കൂടാൻ പറയുകയും അങ്ങനെ വെറും 10 ദിവസം മുമ്പാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ജിദ്ദയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ ഈ സംഖ്യയിലേക്ക് എത്താൻ പറ്റും, ഇതൊരു വലിയ തുകയാണല്ലോ എന്ന് പറയുകയും ഇല്ല, നമ്മൾ മലയാളികൾക്ക് ഇതും ഇതിന്റെ അപ്പുറവും ചെയ്യാൻ കഴിയും, നമുക്കത് തെളിയിക്കണം എന്ന് പറഞ്ഞ് ഒരു പറ്റം ആളുകൾ മുന്നിട്ടിറങ്ങുകയും അതുപ്രകാരം ഞാൻ ശ്രീകണ്ഠൻ നായരെ വിളിച്ചിട്ട് ഇത് ഒരു പ്രത്യേക ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇതൊരു പ്രത്യേക കർമ്മമായിട്ട് ഏറ്റെടുത്ത് ഓരോ ബുള്ളറ്റിലും ഇതിന് പ്രത്യേകം സമയം കൊടുത്തുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കും, ലോകമെമ്പാടുമുള്ള മലയാളികളെ ഇതിൽ പങ്കാളികൾ ആക്കാൻ നമ്മളാ കഴിയുന്ന ചെയ്യണമെന്ന് പറയുന്നതനുസരിച്ച് ശ്രീകണ്ഠൻ നായർ അതിനെ ഏറ്റെടുക്കുകയായിരുന്നു. വളരെ നല്ല ഒരു പ്രവൃത്തി എല്ലാ മേഖലയിലുള്ള സോഷ്യൽ മീഡിയയിലും മാധ്യമ മേഖലകളിലുമെല്ലാം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇന്ന് നമ്മൾ ഇതിന്റെ റിസൾട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. 34 കോടിയാണ് വേണ്ടത്. ഏകദേശം ആ പൈസ എത്തിയിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഇതിനെന്തെങ്കിലും ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് എല്ലാവരും കൂടി ബാക്കി ചേർത്ത് അതിനെ തികക്കാം എന്നുള്ള ഒരു തീരുമാനത്തോട് കൂടിയിട്ടാണ് ഇന്ന് അത് പിരിവ് ഇനി നിർത്താം എന്ന് ഇതിന്റെ ഭാരവാഹികൾ വിളിച്ച് അറിയിച്ചത്. ഏതായാലും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരിക്കൽ കൂടി ഇതിന്റെ പേരിൽ ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. മലയാളികൾ ഒത്തൊരുമിച്ചാൽ എന്തും സംഭവിക്കും, എന്തും നടക്കും എന്നുള്ള ഒരു ഉദാഹരണമാണ്. ഇതാണ് എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ ലോകത്തെ കാണിക്കുന്ന റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആലുങ്കൽ മുഹമ്മദ്, 1-2 കാര്യങ്ങൾ കൂടി താങ്കളോട് ചോദിക്കട്ടെ. ഒന്ന്, ഇപ്പോൾ 34 കോടി രൂപ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ അത് സൂചിപ്പിച്ചു. ഇനി കൂടുതൽ ധനസഹായം നിലവിലെ സാഹചര്യത്തിൽ ആവശ്യമില്ല അല്ലേ? 34 കോടി കറക്റ്റായിട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് ഓഡിറ്റിന് ശേഷം അറിയുള്ളൂ. ഏതായാലും ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ലോക്കലായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാം എന്നാണ് ജിദ്ദയിലെ കമ്മിറ്റിയിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മറ്റുള്ള ജിദ്ദ, റിയാദ് എല്ലാ പ്രവിശ്യകളും, ജിദ്ദ, റിയാദ്, ദമാം എന്ന് വേണ്ട സൗദി അറേബ്യയിലെ എല്ലാ പ്രവിശ്യകളിലും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവരടുത്തൊക്കെ വന്ന കാശുകൾ ഇനിയും അക്കൗണ്ടിലേക്ക് പോവേണ്ടതുണ്ട്. അതെല്ലാം കൂട്ടിക്കൊണ്ട് ഇനി ആവശ്യം ഉണ്ടാവില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കമ്മിറ്റി എത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ ആലുങ്കൽ മുഹമ്മദ്, ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് എപ്പോഴാണ് ഈ മോചനം സംഭവിക്കുക? അപ്പോൾ ഉമ്മ നേരത്തെ പറഞ്ഞു, ഞാനിനി എൻ്റെ മകൻ എൻ്റെ അടുത്ത് എത്തട്ടെ, ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. എത്ര ദിവസങ്ങൾ വേണ്ടിവരും എന്ന് ഒരു കണക്ക് കൂട്ടൽ സാധ്യമാണോ ഇപ്പോൾ? അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്. ശ്രീ ആലുങ്കൽ മുഹമ്മദാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹമായിരുന്നു ജിദ്ദയിൽ രൂപീകരിച്ച ജനകീയ കൂട്ടായ്മയുടെ രക്ഷാധികാരി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, മണിക്കൂറുകളിലൊക്കെ തന്നെ അങ്ങേയറ്റം ആശങ്കയിലായിരുന്നു എല്ലാ അംഗങ്ങളും. എങ്ങനെയാണ് ഇത്ര വലിയ തുക സമാഹരിച്ച്
കൊണ്ടുവരിക എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്ക അസ്ഥാനത്താണെന്ന് തെളിയിച്ചിരിക്കുന്നു കേരളത്തിലെ നല്ലവരായ മനുഷ്യരുടെ ഇടപെടൽ. ആ സുമനസ്സുകൾക്ക് മുന്നിൽ നന്ദി അർപ്പിക്കുകയാണ് ഈ സമയത്ത്. അബ്ദുറഹ്മാന്റെ മോചനം സാധ്യമാക്കുന്നു അവരുടെയൊക്കെ ഇടപെടൽ, അവരുടെയൊക്കെ കരുണ, അവരുടെയൊക്കെ സ്നേഹം നിറഞ്ഞ ഇടപെടലുകൾ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അബ്ദുറഹ്മാന് വളരെ സുഖകരമായി തിരികെ നാട്ടിലേക്ക് എത്താൻ കഴിയട്ടെ. 18 വർഷമായിട്ടുള്ള ഉമ്മയുടെ കാത്തിരിപ്പിന് അതോടെ വിരാമമാകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.